നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല വലിയൊരു ജംഗ്ഷനും കൂടിയാണ്. ആലുവ, തൃപ്പൂണിത്തുറ, എറണാകുളം ഭാഗത്തേക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് ഒരേ പാറ്റേണിലുള്ള 2 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3.5 സെൻറ്റ് ഭൂമിയിൽ 1670 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അപ്പുറത്തെ വീടിന് ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ മാത്രമേ കുറവുള്ളൂ. അപ്പോൾ മനോഹരമായിട്ട് വീടിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുണ്ട്, ഭംഗിയായിട്ട് ഇന്ത്യയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാഴ്ചകളും നമ്മൾ വിശദമായിട്ട് കാണുന്നുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല വീതിയുള്ള റോഡാണ് വന്നുള്ളത്. ടൈല് വിരിച്ചിട്ടുണ്ട്. പിന്നെ മതിലിലേക്ക് വരികയാണെങ്കിൽ നല്ല ഡിസൈനിലുള്ള മതിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും 2 ലാമ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഭംഗിയായിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് കിഴക്ക് വശമാണ്. ഇനി നമുക്ക് പടിഞ്ഞാറ് വശത്തേക്ക് വരാം. ഇവിടെയായിട്ട് 2 വീലറും മറ്റുമൊക്കെ വെക്കാനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ടാണ് കിണർ വന്നുള്ളത്. നല്ല വെട്ടിൽ പ്രദേശമാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറുണ്ട്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഭാഗത്തേക്കും വരാം. സെറ്റ് ബാക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റും നടങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് വശമാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് സ്പേസും കൂടിയാണ്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസ് ആണ്. 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. പിന്നെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ടി യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് പടിഞ്ഞാറ് വശമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു എൻട്രൻസ് ആണ് ഇവിടെ വന്നുള്ളത്. അതായത് ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും വരുന്ന ഒരു നല്ലൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അതിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിലൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലാണ് വന്നുള്ളത്. പിന്നെ സ്റ്റെയറിനടി പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വാഷ് ഏരിയയിലേക്ക് വരാം. നല്ലൊരു കൗണ്ടർ വാഷ് സ്പേസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു കൗണ്ടർ ഏരിയ തന്നെയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഭിത്തിയുടെ അകത്തുള്ളൊരു ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ കിച്ചണിലാണ് വന്നുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ്. അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് കത്തിക്കാവുന്ന രീതിയിൽ, അതായത് ഫുഡും ഹോബും ഒക്കെ വെച്ച് നമുക്ക് പാചകം ചെയ്യാവുന്ന ഭാഗമാണ്. ഈ കിഴക്ക് വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. 2 കളർ പാറ്റേണിലാണ് അത് വന്നുള്ളത്. പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വടക്ക് ഭാഗമാണ്. 3 പാളി ജനലാണ് വന്നുള്ളത്. ഫുള്ള് ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഫ്രിഡ്ജ് വെക്കാനാണെങ്കിലും ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഫ്രിഡ്ജ് നമുക്കിവിടെ വെക്കാവുന്നതാണ്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് പോർഷനിലേക്ക് വരാം. ഇങ്ങനെ ഇവിടെയായിട്ടൊരു സിങ്ക് വരുന്നുണ്ട്. ഒരു ഫ്ലെക്സിബിൾ ടാപ്പ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. കിഴക്കോട്ട് നമുക്ക് ഇവിടെയും പാചകം ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു സ്റ്റവും മറ്റുമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കിച്ചന് പുറത്തേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇവിടെയായിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗം വരും. അവിടെയും സ്പേസ് ഉണ്ട്. ഇത് വടക്ക് കിഴക്ക് ഭാഗം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ബെഡ്റൂം വന്നുള്ളത്. അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12.5 അടി നീളവും 12 അടി വീതിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാൻ ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം.
വാൾ ഹാങ്ങിങ് ക്ലോസറ്റൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് വാഷ് ബേസും വന്നിട്ടുണ്ട്, ഹാഫ് പെഡസ്റ്റലാണ്, മിറർ, ലൈറ്റ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വന്നുള്ളത്, സെറയുടെയാണ്. പിന്നെ സെറയുടെ തന്നെ ഡൈവേറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു ടൗൾ റാഡും മറ്റും കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിലേക്ക് വരാം. നല്ല ഗ്രാനൈറ്റിൽ തീർത്ത സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. പിന്നെ സൈഡിൽ ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെയായിട്ട് നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് കിഴക്ക് വശമാണ്, പെർഗോളാസ് വരുന്നുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വന്നുള്ളത്. ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കമ്പ്യൂട്ടർ ടേബിളും സ്റ്റോറേജ് സ്പേസും ഒക്കെ അവിടെയും കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. താഴത്തെ അതേ സ്പേസ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. 12.5 അടി നീളം വന്നിട്ടുണ്ട്, 12 അടി വീതി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ദിശ വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കബോർഡ്. നല്ല ഭംഗിയായിട്ട് അതും ഒരുക്കിയിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാത്റൂമിലാണ് വന്നിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, ഒരു പെഡസ്റ്റൽ ടൈപ്പിലുള്ളൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. താഴത്തെ അതേ കളർ പാറ്റേൺ തന്നെയാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു. അത് തെക്ക് പടിഞ്ഞാറ് വശത്താണ് വന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്, അതായത് അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ ദിശ വരുന്നത് തെക്ക് പടിഞ്ഞാറ് വശമാണ്, അതായത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് സൗത്ത് സൈഡ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു കബോർഡും കമ്പ്യൂട്ടർ ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ബാത്റൂമിലേക്ക് വരികയാണ്. സോറി, ഇതിൻ്റെ നീളം പറയാൻ വിട്ടുപോയി. 14 അടി നീളവും 10 അടി വീതിയും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. മേളിൽ ലൈറ്റ് വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഫിറ്റിങ്സിൽ ഒരു കുറവും കൊടുത്തിട്ടില്ല, മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, അതും സെറയുടെ തന്നെയാണ്. റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, ഹാഫ് പെഡസ്റ്റൽ ടൈപ്പിലൊരു സെറയുടെ വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഭംഗിയായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസും വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് പവർ പോയിന്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. താഴെ 2x2 ടൈൽ തന്നെയാണ്, മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് തുണികളൊക്കെ അലക്കി വിരിച്ചിടാവുന്നതാണ്. പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഹാൻഡിലേക്ക് കൊടുത്ത് തന്നെയാണ്. സ്ക്വയർ ട്യൂബിൽ തന്നെയാണ്, സ്റ്റീപ്പായിട്ടല്ല. ഒന്ന് ലാൻഡ് ചെയ്തിട്ട് മേലെ കയറുന്ന രീതിയിൽ തന്നെ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു ബാൽക്കണിയും കൂടി ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട്. കവേഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ് വന്നുള്ളത്. LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഫ്രണ്ടിൽ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട്. പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. ഫുള്ള് മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഒരു 4x2 ടൈല് മാറ്റ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3.5 സെൻറ്റ് ഭൂമിയിൽ 1670 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാത്രമല്ല 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടി കൂടിയാണ്. തൊട്ടടുത്തായിട്ട് ജംഗ്ഷനുണ്ട്, മെയിൻ റോഡാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എടുത്ത് പറയുകയാണ്, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.